कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ദേവസന്ധ്യയായ കർക്കിടകത്തിലെ ഒരു നല്ല പ്രഭാതത്തിലേക്ക് സ്വാഗതം. അതെ, കർക്കിടകം ദേവസന്ധ്യയാണ്. നമ്മുടെ ഒരു വർഷം, മനുഷ്യരുടെ ഒരു വർഷം എന്ന് പറയുന്നത് ദേവന്മാരുടെ ഒരു ദിവസമാണ്. ഉത്തരായനവും ദക്ഷിണായനവും ചേരുന്ന യാത്രകൾ, പകലും രാത്രിയും. ഇതിൽ ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്കുള്ള സഞ്ചാരമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ദക്ഷിണായനത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു, പകലിൽ നിന്ന് രാത്രിയിലേക്ക് പോകുന്നു എന്നർത്ഥം. ഈ പകലിൽ നിന്ന് രാത്രിയിലേക്ക് പോകണമെങ്കിൽ അതിന് മധ്യേ ഒരു സന്ധ്യയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കർക്കിടകത്തെ ദേവസന്ധ്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. പകലായാലും രാത്രിയായാലും വെളിച്ചം നിറയുന്ന വിശ്വാസങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കുട്ടികൾ മുതിർന്നവരെ ആദരിക്കണം. മുതിർന്നവർ കടന്നു വന്നാൽ എഴുന്നേൽക്കുക, അവരുടെ പാദം തൊട്ടു വന്ദിക്കുക. അവർ ഇരുന്നതിനു ശേഷം മാത്രം ഇരിക്കുക. മുതിർന്നവരെ പരിഹസിക്കാതിരിക്കുക. ഉച്ചത്തിലും എതിർത്തും മറുപടി പറയാതിരിക്കുക. ഭവ്യമായി വിളി കേൾക്കുക. അവർ പറയുന്നതനുസരിക്കുക. അമ്മയുടെ ഈ ഉപദേശത്തിലൂടെ നല്ല മക്കളായി വളരുവാൻ നമുക്കാകട്ടെ. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. കർക്കിടകത്തെ രാമായണ മാസം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും പല കാര്യങ്ങളും ഇതിനു വേണ്ടി നാം പറഞ്ഞു കേൾക്കാറുണ്ട്.
അതിലൊന്നാണ് ശ്രീരാമൻ്റെ ജന്മമാസമാണ് കർക്കിടകം എന്നത്. അത് തെറ്റായ കാര്യമാണ്. മേടമാസത്തിലാണ് ശ്രീരാമനവമി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ ജനിച്ചത് ആ കാലഘട്ടത്തിലാണ്. പിന്നെ എന്തുകൊണ്ട് കർക്കിടകത്തിലെ പാരായണം എന്നതിന് പല കാരണങ്ങൾ പറയുമ്പോൾ, മഴ പെയ്യുന്നത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനാകാതെ കൃഷി ചെയ്യാനാകാതിരിക്കുന്ന ഒരു ജനതയ്ക്ക് ആധ്യാത്മികമായി വെളിച്ചം വീശുവാനാണ് കർക്കിടകം എന്ന് പറയുമ്പോൾ. അതല്ലാതെ മറ്റൊന്നു കൂടിയുള്ളത്, കർക്കിടകത്തിൽ രാമായണ പാരായണം ചെയ്യുമ്പോൾ രാമായണം എന്ന കൃതിയുടെ പ്രധാന കഥാപാത്രം, രാമായണം എന്ന കൃതിയുടെ പ്രധാന കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീരാമൻ തന്നെയാണല്ലോ. ശ്രീരാമൻ്റെ ജന്മ ലഗ്നവും അതുപോലെ തന്നെ ചന്ദ്രക്കൂറും ഒക്കെ വരുന്നത് കർക്കിടക മാസത്തിലാണ്. അങ്ങനെയെങ്കിൽ കർക്കിടക മാസത്തിലെ പാരായണം നല്ലതാണെന്ന് ജ്യോതിഷ വിധി പ്രകാരം തെളിഞ്ഞതുകൊണ്ടാണ് അത്രേ പണ്ട് കാലം മുതൽ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത്. ഏതായാലും വിശ്വാസങ്ങൾ പലതാണെങ്കിലും രാമായണത്തെ തത്വത്തിൽ അധിഷ്ഠിതമായി പാരായണം ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് പഠിക്കുവാൻ ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നാം കടക്കുന്നത് രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ്. പലപ്പോഴും ശ്രീരാമനെ ഭക്തിയോടുകൂടി ഭജിക്കുന്ന, ശ്രീരാമനെ ഭജിക്കുന്നവർക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന വിമർശനാത്മകമായ പല ചോദ്യങ്ങളുമുണ്ട്. ശ്രീരാമൻ ആദർശ പുരുഷനാണെങ്കിൽ എന്തുകൊണ്ടാണ് ബാലിയെ വധിച്ചത് എന്ന്, ബാലിയും സുഗ്രീവനും തമ്മിൽ ഒരേപോലെയുള്ള സഹോദരന്മാർ നിൽക്കുമ്പോൾ എന്തിനാണ് സുഗ്രീവ പക്ഷം ചേർന്നത് എന്ന്, അതിന് പല ന്യായീകരണങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ ബാലിയും സുഗ്രീവനും ആരെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബാലിയും സുഗ്രീവനും വാനര ലോകത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, വാനര ലോകത്തിൻ്റെ നിയമങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പക്ഷേ സുഗ്രീവൻ പിന്നീട് ഭാഗവതോത്തമനായി മാറുകയാണ്. ശ്രീരാമൻ്റെ ആലിംഗനം കൊണ്ട്, ശ്രീരാമൻ്റെ സൗഹൃദം കൊണ്ട് സുഗ്രീവൻ മറ്റൊരു വാനര രീതിയിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക്, ഭക്തിയുടെ മോക്ഷത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ പറയാനാകുന്നത്. ബാലിയും സുഗ്രീവനുമായിട്ടുള്ള കഥയെ പറയുമ്പോൾ മായാവി എന്ന അസുരനെ നിഗ്രഹിച്ചതും ആ നിഗ്രഹത്തിൻ്റെ സമയത്ത് ബാലി ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയിരുന്നതും ബാലി മരിച്ചു എന്ന് കരുതി സുഗ്രീവൻ തിരിച്ചു വന്ന് ബാലിയുടെ രാജ്യം ഏറ്റെടുക്കുകയും അങ്ങനെ ജീവിക്കുകയും ഒക്കെ ചെയ്തതും പിന്നീട് ആ മായാവി എന്ന അസുരനെ നിഗ്രഹിച്ച് ബാലി തിരിച്ചെത്തി സുഗ്രീവനോട് ദേഷ്യപ്പെടുകയും സുഗ്രീവനോട് ശത്രുത വരികയും ഒക്കെ ചെയ്തത് കഥയാണ്. ഇതേ കഥകൾ അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനാകും. അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നവർ, നമുക്കെല്ലാം ഓരോ അധികാരങ്ങളുണ്ട്. നമുക്ക് ഒരു ഭരണ നേതാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിൻ്റെ നേതാവോ ഒന്നും ആയിരിക്കണമെന്നില്ലാതെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ചില അധികാരങ്ങൾ, ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ ചില അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്താൽ സംഭവിക്കാവുന്നത് എന്തോ അതാണ് ബാലിക്ക് സംഭവിച്ചിരിക്കുന്നത്. ബാലിയെയും സുഗ്രീവനെയും അങ്ങനെ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും അതിൻ്റെ തത്വങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട്, വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം രാമായണ പാരായണം ശ്രവിക്കുവാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ, ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു, കാലം കളയരുതേതുമിനിയെടോ. ബാലിയെ കൊന്നു രാജാഭിഷേകം ചെയ്തു, പാലനം ചെയ്തു കൊൾവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു, കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി, യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയേ. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ പിന്നെയും. ക്രുദ്ധനായി നിന്നു
കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത് ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്കനീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ ബാലേ ബലാലൊരു ശങ്കയുണ്ടാകൊല കയ്യയച്ചിടു നീ വൈകരുതേതുമേ നീയൊരു കാര്യം ധരിക്കേണമോമലേ ബന്ധുവായാരുള്ളതോർക്ക് സുഗ്രീവനു ബന്ധമിൽ എന്നോടു വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാലവനു മറിക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നിതു നീളെ ഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതു മറിയാഞ്ഞതുമെടോ പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക
മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായി അവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും. ശ്രീരാമൻ്റെ അമ്പേറ്റ് ബാലി മോക്ഷപദം പ്രാപിക്കുന്നു. ഇവിടെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. രാമനുമായി യുദ്ധത്തിന് അല്ലെങ്കിൽ സുഗ്രീവനുമായി യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് സുഗ്രീവനെ സഹായിക്കുവാനായി രാമലക്ഷ്മണന്മാർ എത്തിയിട്ടുണ്ട് എന്നറിയുന്ന ബാലി താരയോട് പറയുന്നത്, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? രാമലക്ഷ്മണന്മാരല്ലേ വന്നിരിക്കുന്നത്, ഞാനും ആ നാരായണനെ തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത് എന്ന്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയം, അങ്ങനെ പറയുന്നൊരു ഭക്തന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാമോ എന്ന്. അതിന് നമ്മൾ ബാലിയുടെ കഥാപാത്രത്തെ അല്ലെങ്കിൽ ബാലി എന്ന സ്വഭാവത്തെ പഠിക്കേണ്ടതുണ്ട്. അധികാര ദുർവിനിയോഗം ചെയ്ത ആളാണ് ബാലി. രാജാവ് എന്ന അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നു. സുഗ്രീവൻ്റെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് സുഗ്രീവൻ തിരിച്ചു വന്ന് രാജപദവിയിലേക്ക് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബാലിയെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നില്ല സുഗ്രീവൻ, പക്ഷേ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ തെറ്റിദ്ധാരണകൾക്ക് മേൽ അധികാര ദുർവിനിയോഗം നടത്തി ബാലി. അതുമാത്രമല്ല, ശ്രീരാമൻ തന്നെ പറയുന്നത് എന്താണ്? ജ്യേഷ്ഠത്തിക്ക് അല്ലെങ്കിൽ അനുജത്തിക്ക് സമം കരുതേണ്ടവരാണ് സഹോദരൻ്റെ പത്നി. സഹോദരൻ്റെ പത്നി എന്നാൽ ജ്യേഷ്ഠത്തിക്ക് അല്ലെങ്കിൽ അനുജത്തിക്ക് സമം സഹോദരിയായി തന്നെ കരുതേണ്ടതാണ്. ഒരുപക്ഷെ മാതാവായി പോലും കരുതേണ്ടതാണ്. അങ്ങനെയുള്ള സഹോദരിയെ ഭാര്യയാക്കി വെക്കുന്നു എന്നുള്ള മഹാപാപം ചെയ്തിരിക്കുന്നു എന്നതാണ് ബാലി ചെയ്ത തെറ്റായി ശ്രീരാമൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതലായി മനസ്സിലാക്കുവാനാകുന്ന തത്വങ്ങളും വിശ്വാസങ്ങളും ഒക്കെ രാമായണ പാരായണത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് നാം എന്ത് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ്. ബാലിയുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, രാമൻ ഒളിഞ്ഞു നിന്ന് അമ്പെയ്ത് ബാലിയെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, ബാലി അതിനു മുൻപ് എന്തൊക്കെ ചെയ്തിരിക്കുന്നു, ബാലിയിൽ സംഭവിച്ചു പോയ തെറ്റുകൾ എന്താണ്. അധികാര ദുർവിനിയോഗം എന്ന പദം തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്ക് കുട്ടികളായി അവരൊരു അധികാരം ഉപയോഗിക്കുന്നുണ്ട് ഓരോ ഗ്രഹങ്ങളിലും. അതുപോലെ മുതിർന്നവർ അവരവരുടെ അധികാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് തൻ്റെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്താൽ കുടുംബത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിച്ചു നോക്കുക. അതുപോലെ തന്നെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ കുടുംബത്തിലുള്ള തനിക്കുള്ള അധികാരം അല്ലെങ്കിൽ ഔദ്യോഗികമായ മേഖലകളിൽ തനിക്കുള്ള അധികാരത്തെ ദുർവിനിയോഗം ചെയ്താൽ അതെന്താണ് സംഭവിക്കുക എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ അവരുടെ ഓരോ കാലഘട്ടങ്ങളിലും അവർക്ക് ലഭിക്കുന്ന ചില അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്. അതിനെ ദുർവിനിയോഗം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുവാൻ ബാലിയെ തന്നെ എടുക്കുക. അതുകൊണ്ടാണ് ശ്രീരാമൻ ബാലിയെ നിഗ്രഹിച്ചത് എന്ന കഥ വ്യക്തമായി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ നാളെ അവർ ഒരു പൗരന്മാരായി വന്നു കഴിയുമ്പോൾ ഒരു അധികാരം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഭരണകൂടങ്ങളിൽ സംഭവിക്കുന്ന പല അഴിമതികളും അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗങ്ങളും ഒന്നും ചെയ്യാൻ അവരുടെ മനസ്സ് അവരെ അനുവദിക്കില്ല. എവിടെയോ ഒളിഞ്ഞു നിന്നൊരു അമ്പ് വരുന്നുണ്ട് എന്ന ഭയം അവരിലുണ്ടാകും. ആ ഭയം ഉണ്ടാകേണ്ടത് ചിലയിടത്ത് ഭയം ആവശ്യം തന്നെയാണ്. തെറ്റുകൾ ചെയ്താൽ ഒളിയമ്പയ്ക്കേണ്ടി വരുമെന്നുള്ള ഭയം ബാലിക്ക് സമമായ രീതിയിൽ എല്ലാവരുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള പ്രേരണകളും നമുക്കുണ്ടാകും. ജീവിതം തന്നെ ദുഃഖമായവർക്ക് സാന്ത്വനമായി. ജീവിതം ചോദ്യചിഹ്നമായവർക്ക് ഉത്തരമായി. ജീവിതം വഴിമുട്ടിയവർക്ക് വഴികാട്ടിയായും ആശ്രയവുമായി. കഥയല്ലത് ജീവിതം. 1500 എപ്പിസോഡുകൾ പിന്നിട്ടു. 7 വർഷമായി ജൈത്രയാത്ര തുടരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. ബാലിയുടെയും സുഗ്രീവൻ്റെയും സാന്നിധ്യമുണ്ടായിരുന്ന കിഷ്കിന്ധ ഇന്ന് കർണാടകയുടെ ഭാഗമായി നിലകൊള്ളുന്നൊരു ഭൂപ്രദേശമാണ്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിലും ബാലിയുടെയും സുഗ്രീവൻ്റെയും സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് ചില വിശ്വാസങ്ങളുണ്ട്. കൊല്ലം ജില്ലയുടെ ഭാഗമായ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വാലിയക്കുന്ന് എന്നൊരു പ്രദേശമുണ്ട്. അത് യഥാർത്ഥത്തിൽ ബാലിയുടെ പേരിൽ അറിയപ്പെടുന്ന കുന്നെന്നാണ് പറയപ്പെടുന്നത്. തൊട്ടടുത്തായി മറ്റൊരു ഉഗ്രൻ കുന്നുമുണ്ട്. ഉഗ്രൻ കുന്നിൻ്റെ പഴയ നാമം സുഗ്രീവൻ കുന്ന് എന്നായിരുന്നു അത്രേ.
ഇങ്ങനെ ഭൂപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാമായണ കഥകൾ നിരവധിയായിരിക്കുമ്പോൾ കർക്കിടക മാസത്തിന് പരമപുണ്യം നൽകുവാൻ രാമസാന്നിധ്യവും ലക്ഷ്മണ സാന്നിധ്യവും രാമായണ ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഓരോ ക്ഷേത്രഭൂമികളിലേക്കും നാം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. രാമായണത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ സാന്നിധ്യമുള്ള ഭൂമികളെല്ലാം കർക്കിടകത്തിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എറണാകുളത്തെ നാലമ്പലത്തിലെ ഭാഗമായ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, കുടപ്പുലം എന്നറിയപ്പെടുന്ന ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇന്ന് കാണാം. ഇത് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ്. രാമായണ മാസത്തിൽ നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തർ കോട്ടയത്തെ രാമപുരം ക്ഷേത്രം കണ്ടുകഴിഞ്ഞ് പിന്നീട് കൂടപ്പുലത്തെ ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് എത്തുക. ഇവിടെ ലക്ഷ്മണസ്വാമിയുടെ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി ചതുർബാഹു രൂപത്തിൽ നിലകൊള്ളുകയാണ്. കൂടപ്പുലം എന്ന നാമത്തിൽ ഉടൻ ഫലം എന്നൊരർത്ഥമുണ്ടത്രേ. ഈ തിരുനടയിലെത്തി ആര് എന്ത് പ്രാർത്ഥിച്ചാലും അതിന് ഉടൻ ഫലസിദ്ധിയുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാമം വന്നത് എന്ന് വിശ്വാസമുണ്ട്. സുന്ദരം കരുണാർണവം ഗുണനിധിം വിപ്രപ്രിയം ധാർമ്മികം. ശ്രീരാമന്റെ കൂടെ പുലർന്നയാളാണ് ലക്ഷ്മണൻ, വിട്ടുമാറാതെ ഒപ്പമുണ്ടായിരുന്നയാൾ. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ സാന്നിധ്യമാകുന്ന ക്ഷേത്രത്തിൽ ലക്ഷ്മണമൂർത്തി കൂടെ പുലർന്നയാൾ എന്ന് വിശേഷിപ്പിക്കുകയും കാലക്രമത്തിൽ ക്ഷേത്രനാമം കൂടപ്പുലമായി മാറിയതുമാകണം. ഇതല്ലാതെ മറ്റൊരു സങ്കല്പവുമുണ്ട്. വനത്തിലൂടെ സഞ്ചരിച്ച് ശ്രീരാമന് ഒരു കൂട നിറയെ ഫലവുമായി ലക്ഷ്മണൻ വന്നുവെന്നും അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇങ്ങനൊരു നാമം എന്നും പറയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ കൂടെ പുലർന്നയാളാണ് ലക്ഷ്മണൻ എന്ന സാന്നിധ്യവും ചൈതന്യവുമാണ് കൂടുതൽ വിശ്വാസയോഗ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷ്മണസ്വാമിക്ക് അരമണി സമർപ്പിച്ചാൽ സന്താനലബ്ധിയുണ്ടാകും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ചതുർബാഹു സമർപ്പണമാണ്. ശ്രീരാമനും ലക്ഷ്മണനും ഈ ദേശത്തേക്കെത്തിയപ്പോൾ സന്ധ്യയായിരുന്നു. ചെന്നത് ഈ രാവിൽ എന്ന അർത്ഥം വരത്തക്ക രീതിയിൽ ചെന്നിര എന്നറിയപ്പെടുന്നൊരു പ്രദേശം ഇന്നും ഈ ഭൂമിയിലുണ്ട്. മാത്രമല്ല ശ്രീരാമ ലക്ഷ്മണന്മാർ വിശ്രമിച്ചിരുന്നതായി വിശ്വസിക്കുന്ന ഒരു പാറയുമുണ്ട് ഇവിടെ. അവർ സന്ധ്യാവന്ദനം നടത്തുവാനായി വില്ല് കുത്തിവെച്ച സ്ഥലം പിൽക്കാലത്ത് വിൽക്കുഴി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഇന്നും ഒരരുവിയുണ്ട്. അവർ വേട്ടയാടിയ സ്ഥലമെന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം നായാട്ടുകുന്ന് എന്നറിയപ്പെടുന്നു. മാത്രമല്ല അവർ പർണശാല കെട്ടി താമസിച്ചിരുന്ന പ്രദേശം കുടിയിരിപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ശ്രീരാമ ലക്ഷ്മണന്മാരുടെ സഞ്ചാരത്തിന് ഉതകുന്ന രീതിയിൽ ഒരുപാട് സങ്കല്പങ്ങളും വിശ്വാസങ്ങളും കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലുണ്ട്. സീതാന്വേഷണത്തിന്റെ ഭാഗമായി ശ്രീരാമ ലക്ഷ്മണന്മാർ എത്തിയ ഈ ദേശം, ഇവിടെ സീതാവിരഹതാപത്താൽ ദുഃഖിച്ചാണ് ശ്രീരാമൻ നിലകൊള്ളുന്നത്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ സന്ധ്യാവന്ദനത്തിനായി ജലമെടുക്കുന്നതിന് എത്തിയ അതിസുന്ദരവും ഐശ്വര്യപൂർവവുമായ പ്രദേശമാണ് കുടപ്പുലം. പുലം എന്നാൽ ഫലമൂലാദികൾ ഉണ്ടാകുന്ന മണ്ണ് എന്നും അർത്ഥമുണ്ട്. കൃഷിഭൂമി എന്നും ഈ വാക്കിനർത്ഥം. ലക്ഷ്മണസ്വാമി തനിക്ക് ലഭിച്ച നല്ല ഫലങ്ങൾ ശ്രീരാമചന്ദ്രന് മുന്നിൽ സമർപ്പിച്ചപ്പോൾ എപ്പോഴൊക്കെ തന്റെ കയ്യിൽ നല്ല വസ്തുക്കൾ ലഭിച്ചാൽ അപ്പോഴൊക്കെ അനുജന്മാരെയും അമ്മമാരെയും സ്മരിക്കുന്ന ശീലം ശ്രീരാമചന്ദ്രനുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം കണ്ണുകളടച്ച് ഭരത ശത്രുഘ്നന്മാരെ മനസ്സിലോർത്ത് അവർ അടുത്തെത്തട്ടെ എന്നാഗ്രഹിച്ചു. അത് അപ്രകാരം സംഭവിക്കുകയും കണ്ണു തുറന്ന രാമൻ ഭരതലക്ഷ്മണന്മാരെ കണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ച് ആലിംഗനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട്
രാമപുരത്ത് ശ്രീരാമക്ഷേത്രവും കൂടപ്പുലത്ത് ലക്ഷ്മണക്ഷേത്രവും അമനക്കരയിൽ ഭരതക്ഷേത്രവും മേദിരിയിൽ ശത്രുഘ്ന ക്ഷേത്രവും ഉണ്ടായി വന്നു. കൂടപ്പുലത്ത് ദേവന്റെ ഇടതുഭാഗത്തായി ഉഗ്രസ്വരൂപിണിയായ ദേവീ സാന്നിധ്യം നിലകൊള്ളുന്നുണ്ട്. ഭഗവതി ക്ഷേത്രത്തിന്റെ ഇടതുവശത്ത് നാഗരാജാവും നാഗയക്ഷിയും, അതിന്റെ വലതുവശത്തായി മതിലിനുള്ളിൽ ആളോത്ത് ഭഗവതി സങ്കല്പവുമുണ്ട്. ഭഗവതി ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി സർപ്പപ്രതിഷ്ഠയും കാണാം. പ്രധാന ശ്രീകോവിലിന്റെ വലതുവശത്ത് ശിവനും ഗണപതിയും ഒരേ ശ്രീകോവിലിൽ സാന്നിധ്യമുണ്ട്. നാലമ്പലത്തിന് വെളിയിൽ യക്ഷിയമ്മയും രക്ഷസും, ഇടതുവശത്ത് സ്വയംഭൂവായ ശ്രീ അയ്യപ്പനും സ്ഥിതി ചെയ്യുന്നു. കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം ലക്ഷ്മണ സാന്നിധ്യത്തെ അറിയുന്നതിനോടൊപ്പം തന്നെ ഭക്തിവിശ്വാസങ്ങളെ വളർത്തുവാനാകുന്ന, ഈശ്വര സമക്ഷത്തിൽ സ്വയം സമർപ്പിക്കുവാനാകുന്ന ഒരു ആരാധനാ കേന്ദ്രം കൂടിയാകുന്നു. രാമായണം എന്ന പരമ്പൊരുളിനെ ഓരോ അർത്ഥതലങ്ങളിൽ മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി ഉദയാമൃതത്തിൻ്റെ ഒരു പ്രഭാത കാഴ്ചകൾ കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയുമുണ്ട് രാമായണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർക്കിടകത്തിൻ്റെ ദിവസങ്ങൾ. ആ ദിവസങ്ങളിലും ഇതുപോലെ തത്വത്തെ പറയുവാനും മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ മഹാഭാഗ്യത്തെയും ഉൾക്കൊള്ളുവാനും അതിലെ സുഹൃതങ്ങളെയും നിയോഗങ്ങളെയും തിരിച്ചറിയുവാനും നമുക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.